നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് അക്ഷയ തൃതീയ. പുതിയ തുടക്കങ്ങളുടെയും സമൃദ്ധിയുടെയും പ്രതീകമായി ഹൈന്ദവ സംസ്കാരത്തിൽ ആഴത്തിലുള്ള പ്രാധാന്യം വഹിക്കുന്നതും പുതിയ സംരംഭങ്ങൾ, സ്വർണം വാങ്ങൽ, സ്വർണത്തിലും സ്വത്തിലുമുള്ള നിക്ഷേപങ്ങൾ എന്നിവയും അക്ഷയ തൃതീയ നാളിൽ ഉൾപ്പെടുന്നത് സർവ്വ ഐശ്വര്യമായി കരുതുന്നു. തോട്ടം മേഖലയായ പീരിമേട്ടിലെ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിലും അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങാനെത്തിയത് നിരവധി ആളുകൾ. VR വിജയൻ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. സർവൈശ്വര്യ ദിനമായി കരുതുന്ന അക്ഷയ തൃതീയ ദിനത്തിൽ പീരുമേട് തോട്ടം മേഖലയിലെ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിലും അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുവാനെത്തിയത് നിരവധി ആളുകൾ. സ്വർണം വാങ്ങൽ, സ്വത്ത് സ്വരൂപണം, പുതിയ സംരംഭങ്ങൾ തുടങ്ങൽ എന്നിവയിൽ ഹൈന്ദവ ആചാരപ്രകാരം ഐശ്വര്യ ദിനമായി കരുതുന്ന അക്ഷയ തൃതീയ ദിനമായ ഇന്ന് പീരുമേട് തോട്ടം മേഖലയിലും സ്വർണം വാങ്ങുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിലും ഐശ്വര്യ ദിനമായി കരുതി നിരവധി ആളുകളാണ് ഉണ്ടായിരുന്നത്. തോട്ടം മേഖലയിലെ പ്രധാന സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 8:30 മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഈ വർഷത്തെ അക്ഷയ തൃതീയ ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3ാമത്തെ തിഥിയായ അക്ഷയതൃതീയയിലും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ഈ അപൂർവ ദിനത്തിൽ വിഷ്ണുലക്ഷ്മി പ്രതീകമായ നാമങ്ങൾ ജപിക്കുന്നത് 4 ഇരട്ടി ഫലപ്രദകരമാണെന്നാണ് വിശ്വാസം. അക്ഷയതൃതീയ ദിവസം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല എന്നും പൊതുവെ വിശ്വാസമുണ്ട്. അക്ഷയ തൃതീയ എന്ന് കേൾക്കുമ്പോൾ സ്വർണമാണ് മനസ്സിലേക്ക് വരിക. ഈ ദിനം സ്വർണം വാങ്ങിയാൽ ഐശ്വര്യമാണ് എന്ന വിശ്വാസത്തിൽ സ്വർണം വാങ്ങുന്നവർ നിരവധിയാണ്. ശ്രീകൃഷ്ണൻ കുചേലനെ കുബാരനാക്കിയതും ഈ ദിവസമാണെന്നാണ് ഹൈന്ദവ വിശ്വാസം. അക്ഷയ തൃതീയ ദിവസമാണ് ശ്രീകൃഷ്ണൻ പാഞ്ചാലിക്ക് അക്ഷയപാത്രം സമ്മാനിച്ചത്. അക്ഷയം എന്നതിന് ക്ഷയം ഇല്ലാത്തത് എന്നാണ് അർത്ഥം. ഈ ദിനത്തിൽ ഈശ്വരകടാക്ഷം ലഭിച്ചാൽ സമ്പത്തിനോ ഐശ്വര്യത്തിനോ ആരോഗ്യത്തിനോ യാതൊരു കോട്ടവും സംഭവിക്കില്ല എന്നും വിശ്വാസമുണ്ട്. വൈശാഖ മാസത്തിലെ ശുഭമായ പകുതിയിലെ 3ാം ചാന്ദ്രദിനത്തിൽ സംഭവിക്കുന്ന ഒരു ഇന്ത്യൻ ഉത്സവമായ അക്ഷയ തൃതീയ ആക്തി അല്ലെങ്കിൽ അഖജിത് എന്നും അറിയപ്പെടുന്നു. അക്ഷയ എന്ന പേരിന്റെ അർത്ഥം ഒരിക്കലും കുറയാത്തത് എന്നാണ്. ഈ ഉത്സവത്തിൽ സ്വർണം വാങ്ങുന്നത് അനന്തമായ സമ്പത്ത് ഉറപ്പാക്കുമെന്ന് കരുതപ്പെടുന്നു. സമ്പത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകമെന്ന നിലയിൽ ഇന്ത്യൻ ഹൈന്ദവ സംസ്കാരത്തിൽ സ്വർണത്തിന് പ്രാധാന്യം ഉള്ളതിനാലും സ്വർണം വാങ്ങുന്നത് അനുഗ്രഹം എന്നതിനാലും 2024 അക്ഷയ തൃതീയ ദിനമായ മെയ് 10 രാവിലെ 5:33 മുതൽ 2024 മെയ് 11 പുലർച്ചെ 2:50 വരെയുമാണ് അനുയോജ്യമായ സമയം. ഈ വർഷം സ്വർണ്ണവില ഇന്ന് പവന് 53,600 രൂപയിൽ കുതിച്ചുയർന്നു നിൽക്കുമ്പോഴും ഐശ്വര്യദിനമായ അക്ഷയ തൃതീയയിൽ ഒരു പൊടി സ്വർണം വാങ്ങുന്നതിനുള്ള ബന്ധപ്പാടിലായിരുന്നു പീരുമേട് തോട്ടം മേഖലയിലെ തൊഴിലാളികൾ അടക്കമുള്ള ജനങ്ങൾ. VR വിജയൻ, ഇടുക്കി ലൈവ് ന്യൂസ്, പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പന ടീച്ചേഴ്സ് ഡെസൈറ്റി പുറത്തിറക്കുന്ന സ്പാർക്ക് നോട്ട്ബുക്കുകൾ ഇനി ഏറ്റവും കുറഞ്ഞ വിലയിൽ. നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ, TB ജംഗ്ഷൻ, കട്ടപ്പന. എല്ലാ പ്രമുഖ കമ്പനികളുടെയും ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ്, പഠനോപകരണങ്ങൾ, നോട്ട്ബുക്കുകൾ, ടിഫിൻ ബോക്സുകൾ, കളറിംഗ് ആൻഡ് പെയിന്റിംഗ് ഐറ്റംസ്, പ്രിന്റിംഗ് പേപ്പറുകൾ, പ്രസ് മെറ്റീരിയൽസ്, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവ ഗുണമേന്മയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും തിരഞ്ഞെടുക്കാം. നീതി പേപ്പർ മാർട്ട് ആൻഡ് ഓഫീസ് സ്റ്റേഷനറി സ്റ്റോർ, TB ജംഗ്ഷൻ, കട്ടപ്പന.